ഹേ ഗൈസ്, അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ന്യൂസ് പേപ്പർ എഫക്റ്റ് അല്ലെങ്കിൽ ഒരു ഫ്രീസ് എഫക്റ്റ് എങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ക്യാപ്കട്ടിൽ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. സോ അതിന്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. സോ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ ഗൈസ്, ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ നമ്മൾ ക്യാപ്കട്ടിലാണ് ആ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. സോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ക്യാപ്കട്ട് ഓപ്പൺ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു VPN കണക്ട് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു എഫക്ട്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ലോഡ് ആവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നോ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന് എഴുതി കാണിക്കും. സോ അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ ഒരു VPN കണക്ട് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, ക്യാപ്കട്ട് ഓപ്പൺ ചെയ്യുക. സോ ഞാനിപ്പോ ഒന്ന് ക്യാപ്കട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ VPN കണക്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യാം. ദെൻ നമ്മളിവിടെ ന്യൂ പ്രൊജക്ട് എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ ഇതിന് വീഡിയോ എടുക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ, കാരണം ആ വീഡിയോ മൂവ്മെന്റ് ചെയ്യുന്ന ഒരാളെ നമ്മൾ പെട്ടെന്ന് ഒരു ഫ്രീസ് ചെയ്തിട്ട് ആ ഒരു എഫക്റ്റ് കൊണ്ടുവരികയാണ് ഇതിന്റെ ഒരു എഫക്റ്റ് കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. സോ ഞാനിപ്പോ ഒന്ന് ക്രിസ്ത്യാനോയുടെ ഒരു വീഡിയോ ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഏതൊരു ഫോർമാറ്റിലാണോ വീഡിയോ വേണ്ടത് ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. സോ ഞാനിപ്പോൾ നമുക്ക് വേണ്ട ഒരു ക്ലിപ്പ് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഈ ഒരു പോർഷനിലാണ് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്രീസ് ചെയ്തിട്ട് ആ ഒരു എഫക്റ്റ് കൊണ്ടുവരാൻ പോകുന്നത്. സോ ഇപ്പൊ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. നമ്മൾ ഈ ഒരു താഴെ ഭാഗത്തായിട്ട് വന്നാൽ കുറേ അധികം എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ നമ്മൾ കുറേ ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്രീസ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഇതേപോലെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് ആ ഒരു എൻ പോയിന്റ് ഒന്ന് ഫ്രീസ് ഒരു ഇമേജ് പോലെ നമുക്ക് ഇതേപോലെ കിട്ടുന്നതാണ്. സോ നമുക്ക് അതേപോലെ കറക്റ്റ് ആയിട്ട് ഫ്രീസ് ആയിട്ട് കറക്റ്റ് സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട്, അതിനുവേണ്ടി നമ്മൾ എഗെയിൻ ആ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ താഴത്തെ പോർഷൻ ഒന്നും കൂടി സ്ക്രോൾ ചെയ്യുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. സോ നമുക്ക് ഇതേപോലെ ആ ഒരു ഇമേജ് എന്തായിട്ടുണ്ടാവും, ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. ദെൻ നമ്മൾ ഒന്നും കൂടി ഈ സൈഡിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ താഴെയായിട്ടാണ് ആ ഒരു ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ നമുക്ക് ഓവർലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഇമേജ് ഇതിന്റെ താഴെയായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാം. ദെൻ നമ്മളെ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ഇമേജിന്റെ താഴെയായിട്ട് നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്ന പോലെ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും. സോ ഇത്രയും ചെയ്ത ശേഷം നമുക്ക് ഇനി ഓരോ എഫക്ട്സും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഈ താഴെയുള്ള ലെയർ സെലക്ട് ചെയ്യുക. നമ്മൾ താഴേക്ക് ഇതേപോലെ സ്ക്രോൾ ചെയ്യുക. താഴേക്ക് ഇതേപോലെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് റിമൂവ് BG എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഇതേപോലെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഓട്ടോ റിമൂവൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഇതേപോലെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ്ഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രോക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ കുറേ അധികം ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമ്മൾ ഈ ഒരു ഓപ്ഷനാണ് കൊടുക്കുന്നത്. ഇതിൽ വന്ന് ഇതിന്റെ സൈസ് വന്ന് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ വന്നൊരു 10ലേക്കൊക്കെയാണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു 10ലാണ് ഞാൻ ഇതേപോലെ സെറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇതേപോലെ ടിക്ക് ഓപ്ഷൻ കൊടുക്കുക, ഇതും ടിക്ക് ഓപ്ഷൻ കൊടുക്കുക. ഇത് നമ്മൾ ഫുള്ള് ബാക്ക് വന്ന ശേഷം നമ്മൾ ഈ ഒരു താഴത്തെ ഭാഗം ഒന്നും കൂടെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇനി അഡ്ജസ്റ്റ് ബട്ടൺ എടുക്കുക. അതായത് ഇതിൽ നമുക്ക് ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊണ്ടുവരണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, സാച്ചുറേഷൻ എന്നുള്ള ആ ഒരു കീ സെലക്ട് മീൻസ് ആ ഒരു എഫക്ട് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ -50 ആക്കി കൊടുക്കുക. ദെൻ അടുത്തത് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഷാർപ്പൻ എടുക്കുക. ഷാർപ്പൻ എടുത്ത ശേഷം ഒരു 20 അല്ലെങ്കിൽ 30 ആ ഒരു റേഞ്ചിൽ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഒരു 30 ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ ഇതേപോലെ ടിക്ക് ഓപ്ഷൻ കൊടുക്കും. സോ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാൻ ഇത് പ്ലേ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ റൊണാൾഡോ നല്ല രീതിക്ക് പ്ലേ വരും. then ഇതേപോലെ പെട്ടെന്ന് ഇതേപോലെ ഒരു സ്റ്റോപ്പ് ആവും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ടെക്സ്റ്റോ കാര്യങ്ങളോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. സോ ഞാൻ ഇപ്പൊ ബാക്കി ആഡ് ചെയ്യാണ്. നമുക്ക് ഇതിലേക്ക് ഒരു ടെക്സ്ചർ ഒരു എഫക്റ്റ് കൂടെ ആഡ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ബാക്ക് വരെ ഫുള്ള് ബാക്ക് വന്ന ശേഷം ഈ ഒരു ഇമേജിന്റെ അടുത്തായി വന്നിട്ട് നമ്മളിവിടെ താഴെയായിട്ട് എഫക്ട്സ് ഉണ്ടാവും, വീഡിയോ എഫക്ട്സ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, വീഡിയോ എഫക്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു മുകളിലത്തെ ഭാഗം സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാർട്ടൂൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതായത് എഫക്ട്സിൽ തന്നെ കാർട്ടൂൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. കുറെ ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അത് ജസ്റ്റ് ഇതേപോലെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യും. ഇവിടെ കുറെ അധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ റെട്രോ കാർട്ടൂൺ എന്നുള്ള ഈ ഒരു എഫക്ട് സെലക്ട് ചെയ്തിട്ട് ടിക്ക് ഓപ്ഷൻ കൊടുക്കുകയാണ്. ഓക്കെ, ദെൻ നമുക്കിവിടെ താഴെയായിട്ട് ഒബ്ജക്റ്റ് എന്നുള്ള ഒരു ടൂൾ കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ മെയിൻ വീഡിയോ ഓവർലേ ഉണ്ടാവും, ഇതിൽ ഓവർലേ ആക്കി കൊടുക്കുക. ദെൻ നമ്മൾ ടിക്ക് ഓപ്ഷൻ കൊടുക്കുക. ദെൻ അഡ്ജസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഇന്റൻസിറ്റിയും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇതിപ്പോ 100% ഉള്ളത് ഒരു 30 അല്ലെങ്കിൽ 40 ആ റേഞ്ചിൽ സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എത്രയാണോ താല്പര്യം ആ റേഞ്ചിൽ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് കൊടുക്കുക. സോ നിങ്ങൾക്ക് ഇനി ഈ ഒരു എഫക്റ്റ് വേണ്ട, വേറെ എഫക്ട്സോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ എഫക്ട്സിൽ വന്നിട്ട് ഏറ്റവും ലാസ്റ്റിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ ടെക്സ്ചർ എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കും. ഇവിടെ കുറേ അധികം ടെക്സ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതായാലും യൂസ് ചെയ്യുക. സെയിം മെത്തേഡ് തന്നെയാണ്. നമ്മൾ ആ ഒരു എഫക്റ്റ് ആഡ് ചെയ്യുക, ഒബ്ജക്റ്റിൽ പോവുക, നമ്മൾ എന്ത് ചെയ്യുക, മെയിൻ വീഡിയോ മാറ്റിയിട്ട് ഓവർലേയിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുത്തു. അത് വേറെ ചേഞ്ചസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നമുക്ക് ഇതേപോലെ കറക്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് വീഡിയോയിൽ കണ്ട പോലെ ആ ഒരു ക്രൗൺ ആ ഒരു കിരീടം ആഡ് ചെയ്യണം. അതിന് നമ്മൾ ഫുൾ ആയിട്ട് ബാക്ക് വരാം. ദെൻ നമ്മൾ ഇവിടെ ഓവർലേ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ഓവർലേ കൊടുക്കാം. സോ ഈ ഒരു ഇമേജ് ഞാൻ വന്നിട്ട് എന്റെ ടെലിഗ്രാം ചാനൽ കൊടുക്കാം, നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിൻട്രസ്റ്റ്, ഗൂഗിൾ പോലുള്ള ആപ്ലിക്കേഷൻസ് നിന്ന് ഡൗൺലോഡ് ചെയ്യാം. സോ ഞാനിപ്പോൾ ഇതേപോലെ കറക്റ്റ് ആയിട്ട് വന്നിട്ട് ഈ ഒരു ക്രൗണ്ട് ഓപ്ഷൻ കൊടുക്കുകയാണ്. സോ ഓൾറെഡി ഞാനത് PNG ആക്കി വെച്ചിട്ടുണ്ട്. ദെൻ നമ്മൾ 2 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് ആ ഒരു ക്രൗൺ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക.
സോ ഞാനിപ്പോൾ വന്നിട്ട് ഏകദേശം കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടേതായ പെർഫെക്ഷനിലും കാര്യങ്ങളിലൊക്കെ ചെയ്യുക. ഞാനിപ്പോൾ ജസ്റ്റ് ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, ഏകദേശം കറക്റ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ ആ ഓരോ ഓവർലേയിൽ ചെയ്ത എല്ലാ സെറ്റിംഗ്സും ഇതിൽ ചെയ്യുക. അതായത് അഡ്ജസ്റ്റിൽ വന്ന ശേഷം നമ്മൾ ഷാർപ്പം വന്നൊരു 30 to 20 ആ റേഞ്ചിൽ സെറ്റ് ചെയ്യുക. അതുപോലെ സാച്ചുറേഷൻ വന്ന് ഫുള്ളായിട്ട് മൈനസ് ചെയ്യുക. ഓക്കെ, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതിയിൽ ചെയ്യുക. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ കൊടുത്ത ആ ഒരു എഫക്ട്സ് ഇല്ലേ, ആ ഒരു എഫക്ട് ടൂളിലേക്ക് വരിക. അതായത് ഫുള്ള് ബാക്ക് വന്ന ശേഷം നമ്മൾ എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക. വീഡിയോ എഫക്ട്സിൽ വന്നാൽ ഇവിടെ ഓൾറെഡി ആഡ് ചെയ്ത ആ ഒരു എഫക്റ്റ് ഉണ്ടാവും, അത് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ദെൻ അഗെയിൻ ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓവർലേയിൽ നമുക്കിപ്പോൾ ആ ഒരു ക്രൗൺ കാണാൻ സാധിക്കും. അതിനും കൂടെ ആ ഒരു എഫക്റ്റ് കൊടുത്താൽ രണ്ടിനും സെയിം എഫക്റ്റ് ആയി കിട്ടും. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. മീൻസ് ഈ ഒരു നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ടെക്സ്റ്റോ കാര്യങ്ങളോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അതിന്റെ എന്തെങ്കിലും ട്യൂട്ടോറിയൽസോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ഇട്ടാൽ മതി. ഞാനത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്തു തരുന്നതായിരിക്കും. മീൻസ് ട്യൂട്ടോറിയൽ ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യണ്ടല്ലോ. ഓൾറെഡി കുറേ അധികം ടെക്സ്റ്റ് ട്യൂട്ടോറിയൽസ് ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് ഇതാ കറക്റ്റ് ആയിട്ട് ഇതേപോലെ വന്നിട്ട് ആ ഒരു സെലിബ്രേഷൻ ടൈമിൽ ഈ ഒരു രീതിക്ക് ഒരു ഫ്രീസ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടാണ് ഇപ്പൊ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എന്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.